സ്നേഹമുള്ളവരെ, പുറകെ നടന്ന് കുറ്റം മാത്രം കണ്ടുപിടിക്കാൻ നടക്കുന്ന ചില മനുഷ്യരുണ്ട്. അത് ഏത് കാലഘട്ടത്തിലും ഏത് സമൂഹത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്രകാരം കർത്താവിൻ്റെയും ശിഷ്യന്മാരുടെയും പുറകെ നടന്ന് ചെയ്യുന്നതിലൊക്കെ കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു കൂട്ടരാണ് ഫരിസേയരും നിയമജ്ഞരും. ഒരു സാബത്ത് ദിവസം യേശുവും ശിഷ്യന്മാരും വിളഞ്ഞു കിടന്ന ഒരു വയലിലൂടെ നടന്നു പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർക്ക് വിശന്നപ്പോൾ ആ യാത്രയിൽ അവർ ചെയ്ത ഒരു കാര്യമായി. ഇപ്പം നമ്മളൊക്കെ ആണെങ്കിലും ചെയ്യുന്നത് പോലെയുള്ളൊരു കാര്യം, ആ വിളഞ്ഞു കിടക്കുന്ന വയലിൽ നിന്നും ഏതാനും കതിരുകൾ ഇങ്ങനെ പറിച്ചെടുത്തിട്ട് കയ്യിലിട്ട് തിരുമി അതിങ്ങനെ ധാന്യമണി കണക്കെ അവർ ഭക്ഷിച്ചു. എന്ത് വലിയ അപരാധമായത്! ഈ ഫരിസേയരും നിയമജ്ഞരൊക്കെ ഇത് പറഞ്ഞിട്ട് യേശുവിൻ്റെ ശിഷ്യന്മാരെ ദുഷിപ്പിച്ച് പറയുക, ഇവർ സാബത്ത് ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്രകാരം കുറ്റം പറയാൻ വേണ്ടി മാത്രം പുറകെ നടക്കുന്നവർക്ക് കർത്താവ് ചുട്ട മറുപടി കൊടുക്കുന്നതാണ് ഇന്നത്തെ തിരുവചനം. സാബത്തിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് അത് യഹൂദർക്ക് ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ഒന്നാണ്. കാരണം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിന് ശേഷം ദൈവം തന്നെ ഉണ്ടാക്കിയ നിയമമാണ് സാബത്ത് ആചരണം. 6 ദിവസം കൊണ്ട് എല്ലാ സൃഷ്ടികർമ്മവും പൂർത്തീകരിച്ചതിന് ശേഷം 7-ാം ദിവസം അവൻ വിശ്രമിച്ച് ആ ദിവസത്തെ വിശുദ്ധീകരിച്ചു. അതാണ് യഹൂദർക്ക് സാബത്ത് എന്ന പേരിൽ ആചരിക്കുന്നത്, അനുഷ്ഠിക്കുന്നത്. അതെന്തിനു വേണ്ടിയാണ്? ആ വിശുദ്ധീകരിച്ച ദിവസം ദൈവം ഒരുവൻ്റെ ജീവിതത്തിൽ നൽകിയ നന്മകളെ, അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാനും ദൈവത്തെ മഹത്വപ്പെടുത്താനുമുള്ള ദിവസമാണ്. അതല്ലാതെ കുറ്റം പറയാനും അവരെൻ്റെ പുറകെ നടന്നുകൊണ്ട് അവനെ കൊച്ചാക്കാനുള്ള പരിപാടിയല്ല എന്ന് ക്രിസ്തു അടിവരയിട്ട് പറഞ്ഞു കൊടുക്കുക. ഇത് മോശ കുറേ കൂടി പവിത്രീകരിച്ചുകൊണ്ട് സാബത്തിന് പുതിയ വ്യാഖ്യാനം നിയമാവർത്തന പുസ്തകത്തിൽ നൽകുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിന് കൽപ്പനകൾ നൽകിയതിന് ശേഷമുള്ള കോണ്ടെക്സ്റ്റിലാണ് ഇപ്രകാരം പറയുന്നത്. നിങ്ങൾ അറിയുക, പണ്ട് നിങ്ങൾ ഈജിപ്തിൽ അടിമകളായിരുന്നു. ഈ അടിമത്വത്തിൽ നിന്നും ദൈവം നിങ്ങളെ മോചിപ്പിച്ചതിൻ്റെ ആഘോഷമാണ് സാബത്ത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ ഇത് ഇത്രത്തോളം വിശിഷ്ടമായിട്ടുള്ളൊരു ദിവസമാണ്. അത് പവിത്രമായിട്ട് ആഘോഷിക്കേണ്ടതാണ്. എന്നിട്ടും നിയമങ്ങൾ അറിയാവുന്ന, ആചാരങ്ങൾക്ക് അനുഷ്ഠാനങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന പ്രമാണികളും അധികാരികളുമായിട്ടുള്ള നിയമജ്ഞരും ഫരിസേയരും കുറ്റം പറയാൻ വേണ്ടിയും അവരനെ കൊച്ചാക്കാൻ വേണ്ടിയും മാത്രമായിട്ട് ഈ ദിവസം മാറ്റിവെച്ചു എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് ക്രിസ്തു പറയുക. കാരണം സാബത്തിൻ്റെയും അതിനാഥനാണ് ദൈവമായ കർത്താവ്. നിയമം നൽകിയവന് നിയമം അവൻ്റെ ഇഷ്ടമനുസരിച്ച് വ്യാഖ്യാനിക്കുവാനും ഭേദഗതി വരുത്താനും കഴിയും എന്നുകൂടെ ക്രിസ്തു ഓർമ്മപ്പെടുത്തുകയാണ്. ആകയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ബലിയിൽ നാം പങ്കെടുക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോ ബലിയും ദൈവം നമ്മെ രക്ഷിച്ചതിൻ്റെ, തൻ്റെ കുരിശിലെ പരമമായ യാഗത്തിലൂടെ, ബലിയിലൂടെ പാപത്തിൻ്റെ അടിമത്തത്തിൽ അമർന്നിരുന്ന മനുഷ്യനെ വീണ്ടെടുത്തതിൻ്റെ ആഘോഷമാണ്. അതാണ് ക്രൈസ്തവരായ നമുക്ക് സാബത്ത് ആചരണം. അതാണ് ഓരോ ഞായറാഴ്ചകളിലും ഓരോ ബലിയിലും നാം അനുസ്മരിക്കുന്നത്. ഇതെന്തിനു വേണ്ടിയാണ്? ദൈവത്തെ മഹത്വപ്പെടുത്താനും കൂടെയുള്ളവർക്ക് നന്മ ചെയ്യുവാനും വേണ്ടിയുള്ള ആചരണമാണ് അനുദിന ബലിയും ഞായറാഴ്ച ആചരണവും. ഇത് മറന്നുപോയിട്ട് നാം പലപ്പോഴും പലരുടെയും കുറ്റങ്ങളും കുറവുകളും ബലഹീനതകളും വീഴ്ചകളും പറഞ്ഞു നടക്കുന്നവരാണെങ്കിൽ തമ്പുരാൻ തന്നെ നമ്മെ ഇങ്ങനെ അവഗണിച്ച് കളയും, തള്ളിക്കളയും എന്നുകൂടെ നമ്മെ ഈ വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആകയാൽ നന്മ ചെയ്യേണ്ട ദിവസം, നന്മ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും തിന്മ ചെയ്യാതിരിക്കുക. അവൻ്റെ പുറകെ നടന്ന് അവൻ്റെ കുറ്റങ്ങളും കുറവുകളും
പറഞ്ഞു നടക്കുന്ന വ്യക്തികൾ ആകാതിരിക്കുക.